സോ ഈ വീഡിയോ കാണുന്ന സ്ക്രീനില്ലേ, സത്യത്തിൽ ഇതെന്താ? സൂക്ഷിച്ച് നോക്കിയാൽ കാണാം ഒരുപാട് കുഞ്ഞു കുഞ്ഞു കളറുള്ള ചതുരങ്ങളില്ലേ, പിക്സലുകൾ. ഒറ്റ എണ്ണം തനിച്ച് നോക്കിയാൽ ഒന്നുമില്ല, വെറും ഒരു ഡാറ്റയുടെ കണിക, ഒരു പ്രകാശത്തിൻ്റെ ചെറിയൊരു സ്ഫുരണം. പക്ഷേ അവയെല്ലാം ഒരുമിച്ച് ചേരുമ്പോഴോ അവയ്ക്കെല്ലാം സൃഷ്ടിക്കാൻ പറ്റും. ഈ കാണുന്ന അക്ഷരങ്ങൾ, എൻ്റെ ഫേസ്, ഗാലക്സികളുടെ ചിത്രങ്ങൾ, എന്തിന് പുതിയ ലോകങ്ങൾ വരെ 4Kയിലും 8Kയിലും HD-യിലും അതുണ്ടാക്കുന്നു. ഇതേപോലെ വെറും കട്ടകൾ വെച്ച് കെട്ടിപ്പൊക്കിയ ഒരു ലോകമുണ്ട്. ഫോട്ടോ പോലെ തോന്നിക്കുന്ന ഗ്രാഫിക്സ് അല്ല, സിമ്പിളായ കട്ടകൾ. കളിക്കാൻ ആരെയും പഠിപ്പിക്കില്ല, പ്രത്യേക ലക്ഷ്യങ്ങളൊന്നുമില്ല. പക്ഷേ കളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരേ സമയം വളരെ എളുപ്പവും അതേസമയം ഇൻഫിനിറ്റ് ആയിട്ടുള്ള സാധ്യതകളുമുള്ളൊരു ലോകം. ആ ലോകമാണ് മൈൻക്രാഫ്റ്റ്. സത്യം പറഞ്ഞാൽ മൈൻക്രാഫ്റ്റ് ഒരു വിജയമാണ് എന്ന് പറയുന്നത് ഹിമാലയം ഒരു ചെറിയ കുന്നാണെന്ന് പറയുന്നത് പോലെയാണ്. കാരണം അതൊരു കൾച്ചറൽ ഫിനോമിനൻ തന്നെയായിട്ട് മാറി. തലമുറകളെ ഒരുമിച്ച് നിർത്തുന്ന ഒരു കാര്യം, ഒരു വിദ്യാഭ്യാസ ഉപകരണം, ഒരുപക്ഷെ മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ക്രിയേറ്റീവ് പ്ലാറ്റ്ഫോമുകളിലൊന്ന്. അപ്പോൾ ചോദ്യം ഇതാണ്, ഇതെങ്ങനെ സംഭവിച്ചു? 90കളിലെ കമ്പ്യൂട്ടറുകളിൽ മാത്രം കളിക്കാൻ പറ്റുമെന്ന് തോന്നിക്കുന്ന ഒരു ഗെയിം, എന്നാൽ കോടിക്കണക്കിന് ഡോളറുകൾ മറിയുന്ന ഗെയിമിംഗ് ലോകത്തെ പിടിച്ചടക്കി വെച്ചിരിക്കുന്നു. സോ നമ്മളിന്ന് പൊളിച്ചെടുക്കാൻ പോകുന്നത് ആ കഥയാണ്. ഒരൊറ്റ ഡെവലപ്പറുടെ ചെറിയ സ്വപ്നത്തിൽ നിന്ന് തുടങ്ങി ഒരു ആഗോള സാമ്രാജ്യമായി മാറിയ യാത്ര. അതിൻ്റെ തുടക്കം, അതിൻ്റെ വളർച്ച, നമ്മുടെയൊക്കെ മനസ്സിനെ പിടിച്ചു നിർത്തുന്ന സൈക്കോളജി, വിവാദങ്ങൾ, ഇപ്പോഴും ലാഭത്തിൽ പോകുന്ന അതിൻ്റെ ഭാവി, എല്ലാം നമ്മൾ പറയാൻ പോകുന്നു. സ്ക്രീനിലെ പിക്സലുകൾ പോലെ സിമ്പിളായ കട്ടകൾ ഒരുമിച്ച് ലോകം തന്നെ കീഴടക്കിയ കഥ. എല്ലാ വലിയ കഥകളെയും പോലെ ഇതും തുടങ്ങുന്നതൊരു ശില്പിയിൽ നിന്നാണ്. പക്ഷേ ഇതൊരു കമ്മിറ്റിയോ വലിയ കമ്പനിയോ ഒന്നുമല്ല. ഒറ്റ ഒരാൾ, മാർക്കസ് പേഴ്സൺ. ലോകം മുഴുവൻ അദ്ദേഹത്തെ അറിയുന്നത് നോച്ച് എന്ന പേരിലാണ്. ഒരു ഡിജിറ്റൽ ദൈവമാകുന്നതിന് മുൻപ് നോച്ച് ഒരു സാധാരണ സ്വീഡിഷ് പ്രോഗ്രാമറായിരുന്നു. നമ്മളെല്ലാവരും കളിച്ചിട്ടുള്ള കാൻഡി ക്രഷ് സാഗ ഉണ്ടാക്കിയ കിങ് പോലെയുള്ള കമ്പനികളിൽ ജോലി ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളെ എങ്ങനെ ഗെയിം വഴി അടിമയാക്കാം എന്ന് നന്നായിട്ട് അറിയാവുന്ന കമ്പനികളിൽ പ്രവർത്തിച്ച വ്യക്തി. പക്ഷേ ഈ കോർപ്പറേറ്റ് ജോലിയിലൊന്നും നോച്ചിൻ്റെ മനസ്സ് ഉറച്ചു നിന്നില്ല. അദ്ദേഹത്തിൻ്റെ ഹൃദയം ഇൻഡി ഗെയിം ലോകത്തായിരുന്നു. അതായത് വളരെ ഡെപ്തുള്ളതും സ്വാതന്ത്ര്യമുള്ളതുമായ എന്തെങ്കിലും ഉണ്ടാക്കണം. അത് മുൻകൂട്ടി എഴുതി വെച്ചൊരു കഥയല്ല, മറിച്ച് സിമ്പിളായ കുറേ നിയമങ്ങൾ കൂടിച്ചേരുമ്പോൾ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന രസവും അനുഭവങ്ങളുമാണ് ഗെയിം ആകേണ്ടത് എന്ന ചിന്തയായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹത്തെ പോലും ഞെട്ടിക്കുന്ന ഒരു ലോകം. പക്ഷേ ഒരു ഐഡിയ വെറുതെ ആകാശത്ത് നിന്ന് പൊട്ടി വീഴില്ലല്ലോ. അതിന് പല ആശയങ്ങളുടെ ഒരു മിക്സ് ഉണ്ടായിരിക്കും. നിങ്ങൾക്കൊരു പുതിയ കാര്യം സൃഷ്ടിക്കാൻ കഴിയില്ല. നിലവിലുള്ള കാര്യങ്ങളും നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയും ചേർത്ത് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ക്രിയേറ്റ് ചെയ്യാൻ മാത്രമേ പറ്റൂ. അതിൻ്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ, അല്ലെങ്കിൽ അതിൻ്റെ അസ്ഥിവാരം എന്ന് പറയാവുന്ന ഒരു ഗെയിം ഉണ്ടായിരുന്നു, ഇൻഫിനി മൈനർ. അത് സാസ്ട്രോണിക്സ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നൊരു കമ്പനിയുടേതാണ്. നിങ്ങൾ ബ്ലോക്കുകൾ തകർക്കുന്നു, പുതിയത് വയ്ക്കുന്നു, ഭൂമിക്കടിയിലേക്ക് കുഴിച്ചു പോകുന്നു. നോച്ച് ഇത് കണ്ടു, അദ്ദേഹത്തിന് കാര്യം കത്തി. ഇതിനൊരു വലിയ ഭാവിയുണ്ട് എന്ന് അദ്ദേഹത്തിന് തോന്നി. പക്ഷേ ഇതൊരു പകുതി വെന്ത ആശയം മാത്രമാണ്. അദ്ദേഹം പിന്നീട് പറഞ്ഞു, ഇൻഫിനി മൈനറിൻ്റെ കൂടെ കുറച്ച് സാഹസികതയും ക്രിയേറ്റിവിറ്റിയും ചേർത്താൽ സംഭവം കളറാകുമെന്ന്. ആ ഫസ്റ്റ് പേഴ്സൺ വ്യൂവും ബ്ലോക്ക് പൊട്ടിക്കുന്നതും വയ്ക്കുന്നതും അതെല്ലാം ഇൻഫിനി മൈനറിൽ നിന്ന് കിട്ടിയ DNA ആണ്. പക്ഷേ അതിൻ്റെ ആത്മാവ്, അതിൻ്റെ സോൾ വന്നത് വേറൊരു ഭീകരനിൽ നിന്നാണ്. ഡ്വാർഫ് ഫോർട്രസ്, അഥവാ മലയാളത്തിൽ കുള്ളൻ കോട്ട എന്നറിയപ്പെടുന്ന ഒരു ഗെയിം. അതൊരു ഗെയിം എന്നതിലുപരി ഒരു യൂണിവേഴ്സ് സിമുലേഷൻ മെഷീനാണ്. ഓരോ എലമെൻറ്റിൻ്റെയും, അതായത് ഡ്വാർഫിൻ്റെ അല്ലെങ്കിൽ ഉയരം കുറഞ്ഞ മനുഷ്യനെ പോലെ തോന്നുന്ന അല്ലെങ്കിൽ മൃഗങ്ങളെപ്പോലെ തോന്നുന്ന ക്യാരക്ടേഴ്സിൻ്റെ മാനസികാവസ്ഥ വരെ കാണിക്കുന്ന ഭ്രാന്തമായ ഡീറ്റെയിലിംഗ് ഉള്ളൊരു ഗെയിം. അതിൻ്റെ ഡെപ്ത് നോച്ചിനെ വല്ലാതെ ആകർഷിച്ചിരുന്നു. പക്ഷേ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയാൽ ആരും കളിക്കില്ല. അതുകൊണ്ട് അതിൽ നിന്നൊരു ചെറിയ അംശം മാത്രം എടുത്ത് എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിലാക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ 2009 മെയ് മാസത്തിൽ നോച്ച് കോഡിംഗ് ആരംഭിച്ചു. പ്രോജക്റ്റിനൊരു പേരും ഇട്ടു, ദ കേവ് ഗെയിം. കണ്ട ചിരി വരും, കല്ലും പുല്ലും, 2 തരം ബ്ലോക്കുകൾ, അത്രമാത്രം. പക്ഷേ ആ തീപ്പൊരി ഉണ്ടല്ലോ, ആ ഒരു സ്പാർക്ക് അതിലുണ്ടായിരുന്നു. കേവ് ഗെയിം എന്ന പേര് പോരാ എന്ന് അദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിലായി. അദ്ദേഹം തല പുകഞ്ഞ് ആലോചിച്ചു. എന്നിട്ട് സിമ്പിളും പവർഫുള്ളുമായിട്ടുള്ളൊരു പേരിലെത്തി, മൈൻക്രാഫ്റ്റ്. ഖനനം ചെയ്യുക, നിർമ്മിക്കുക, ആ പേരിൽ എല്ലാം അടങ്ങിയിരുന്നു, ആ ഗെയിമിൻ്റെ മുഴുവൻ ആശയവും. ഇവിടെയാണ് കഥയുടെ ആദ്യത്തെ വലിയ ട്വിസ്റ്റ്. ആൽഫ ബീറ്റ കാലഘട്ടം. മൈൻക്രാഫ്റ്റ് ഒരു ഹോബിയിൽ നിന്നൊരു പ്രസ്ഥാനമായി മാറിയ സമയം. വർഷങ്ങളോളം രഹസ്യമായി ഗെയിം ഉണ്ടാക്കി ഒടുവിൽ റിലീസ് ചെയ്യുന്നതിന് പകരം നോച്ച് ചെയ്തത് മറ്റൊരു വിപ്ലവകരമായിട്ടുള്ള കാര്യമാണ്. ഒരു ചൂതാട്ടം എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം ഗെയിമിൻ്റെ തീരെ പൂർത്തിയാകാത്തൊരു വേർഷൻ, അഥവാ ആൽഫ വേർഷൻ പുറത്തിറക്കി. അത് കളിക്കണമെങ്കിൽ കുറഞ്ഞ ഒരു തുക കൊടുക്കണം. പക്ഷേ അദ്ദേഹം കൊടുത്ത വാഗ്ദാനം ഒരു മാജിക് പോലെയാണ്. ഇപ്പോൾ ഈ കുറഞ്ഞ വിലയ്ക്ക് ഗെയിം വാങ്ങിക്കഴിഞ്ഞാൽ ഭാവിയിൽ വരുന്ന എല്ലാ അപ്ഡേറ്റുകളും നിങ്ങൾക്ക് ലൈഫ് ടൈം ഫ്രീ. ഇതുകൊണ്ട് 2 വലിയ കാര്യങ്ങൾ സംഭവിച്ചു. ഒന്ന്, ഗെയിം ഉണ്ടാക്കാൻ കയ്യിൽ കാശ് വന്നു. പിന്നെ പബ്ലിഷർമാരുടെ പുറകെ നടക്കേണ്ടി വന്നില്ല. കളിക്കാർ തന്നെയായിരുന്നു ഫണ്ടിങ്. രണ്ടാമത്തെ കാര്യം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് വെറും ഒരു കസ്റ്റമർ ബേസ് ആയിരുന്നില്ല. അവർ തുടക്കക്കാരായിരുന്നല്ലോ. സോ അവർ ടെസ്റ്റർമാരാണ്.
ഈ ഗെയിമിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുന്ന പ്രചാരകരായിട്ട് അവർ മാറി. അവർക്ക് ആ ഗെയിമിനോടൊരു പ്രത്യേക സ്നേഹവും ഉടമസ്ഥാവകാശവും ഒക്കെ തോന്നി. പക്ഷേ ശരിക്കുമുള്ള വഴിത്തിരിവ് ഈ ചെറിയ തീപ്പൊരിയിൽ നിന്ന് പെട്രോൾ ഒഴിച്ച സംഭവം എന്ന് പറയുന്നത് അന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഈ പ്ലാറ്റ്ഫോം, അതായത് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന യൂട്യൂബായിരുന്നു. മൈൻക്രാഫ്റ്റ് യൂട്യൂബും തമ്മിൽ ഒരു രക്ഷയുമില്ലാത്ത കോമ്പിനേഷനായിരുന്നു. കാരണം മിക്ക ഗെയിമുകൾക്കും ഒരു കഥയുണ്ടല്ലോ, അത് കളിച്ച് കാണിച്ചാൽ സ്പോയിലർ ആകുകയും ചെയ്യും. സോ കളിക്കുന്നവർക്കാണ് അതിൽ ഇൻട്രസ്റ്റ് ഉള്ളത്. കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അതിൻ്റെ ത്രില്ല് പൂർണ്ണമായും കളിക്കുന്നവരെ പോലെ കിട്ടില്ല. പക്ഷേ മൈൻക്രാഫ്റ്റിന് കഥയില്ല. അതുകൊണ്ട് ഓരോ കളിക്കാരും അവരവരുടെ കഥ മനസ്സിൽ സ്ക്രിപ്റ്റ് ചെയ്തുണ്ടാക്കുന്നു. അങ്ങനെയാണ് ലെറ്റ്സ് പ്ലേ വീഡിയോകൾ ഒരു ട്രെൻഡായി മാറുന്നത്. ദ യോഗ കാസ്റ്റ് പോലെയുള്ള ചാനലുകൾ അതിലൊരു സിനിമ പോലെ കഥകൾ ഉണ്ടാകാൻ തുടങ്ങി. ലക്ഷക്കണക്കിന് ആളുകൾ അത് സിനിമ പോലെ വന്നിരുന്ന് കണ്ടു. ആളുകൾക്ക് ഭ്രാന്തൻ കോട്ടകൾ പണിയുന്നതും രാത്രിയിൽ സോംബികളിൽ നിന്ന് രക്ഷപ്പെടുന്നതും കൂട്ടുകാരുമായി തമാശകൾ പങ്കുവയ്ക്കുന്നതും കണ്ടപ്പോൾ സത്യത്തിൽ ഒരു ഗെയിമല്ല, ഒരു വ്ളോഗിങ് പോലെ അല്ലെങ്കിൽ ഒരു സിനിമ പോലെയാണ് ഫീൽ ചെയ്തത്. സോ അത് പരസ്യത്തേക്കാൾ വലിയ മാർക്കറ്റിംഗായി മാറി. മൈൻക്രാഫ്റ്റ് സീരീസുകൾ യൂട്യൂബിൽ ഹിറ്റാകുമ്പോൾ ഗെയിമിൻ്റെ വിൽപ്പനയും കുതിച്ചുയർന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളിലൊന്നാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യൂട്യൂബേഴ്സിലൊന്നായ PewDiePie. പുള്ളി ആദ്യകാലങ്ങളിൽ മൈൻക്രാഫ്റ്റ് കളിച്ചിരുന്നു, പക്ഷേ പിന്നീട് നിർത്തി. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം 2019 PewDiePie മൈൻക്രാഫ്റ്റിലേക്ക് ഒരു തിരിച്ചുവരവ് നടത്തി. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരാണ് ആ സീരീസ് കാണാൻ തുടങ്ങിയത്. സ്വെൻ എന്ന് പറയുന്ന നായയെയും ജോർഗൻ എന്ന് പറയുന്ന ഒരു കുതിരയെയും പോലെയുള്ള കഥാപാത്രങ്ങളിലൂടെ പുള്ളി ഒരു വൈകാരികമായ ബന്ധം വ്യൂവേഴ്സുമായിട്ടുണ്ടാക്കി. സത്യം പറഞ്ഞാൽ മൈൻക്രാഫ്റ്റിനൊരു സെക്കൻഡ് ലൈഫ് കൊടുത്തത് സത്യത്തിൽ ആ സീരീസാണ്. ഒരുപാട് പഴയ കളിക്കാർ തിരികെ വന്നു. പുതിയ ഒരുപാട് പേര് കളി തുടങ്ങി. മൈൻക്രാഫ്റ്റ് വെറും കുട്ടികളുടെ കളിയല്ലെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞൊരു നിമിഷമായിരുന്നു അത്. ഇതുപോലെ തന്നെയാണ് ഡ്രീം SMP എന്ന് പറയുന്ന സെർവറുകൾ ഒരു പുതിയ ചരിത്രം തന്നെ സൃഷ്ടിച്ചത്. അതൊരു സാധാരണ മൾട്ടിപ്ലെയർ ഗെയിം ആയിരുന്നില്ല. പ്രമുഖ യൂട്യൂബർമാർ ഒരുമിച്ച് ചേർന്ന് മുൻകൂട്ടി എഴുതാത്തൊരു കഥ തത്സമയം അഭിനയിച്ച് കാണിക്കുന്നതായിരുന്നു. ഒരുതരം ഡിജിറ്റൽ നാടകം. അവരുടെ വഴക്കും സ്നേഹവും ചതിയും യുദ്ധവുമെല്ലാം ലക്ഷക്കണക്കിന് ആളുകൾ ഒരു വെബ് സീരീസ് കാണുന്നത് പോലെ കണ്ടുകൊണ്ടിരുന്നു. ഇത് തെളിയിക്കുന്നത് മൈൻക്രാഫ്റ്റ് ഒരു ഗെയിം എന്നതിലുപരി കഥ പറയാനുള്ളൊരു പ്ലാറ്റ്ഫോം കൂടിയാണ് എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ നാട്ടിലെ പ്രമുഖ ഗെയിമിംഗ് യൂട്യൂബർമാർ വരെ മൈൻക്രാഫ്റ്റ് കളിക്കുമ്പോൾ ലക്ഷക്കണക്കിന് വ്യൂസ് കിട്ടുന്നതിൻ്റെ കാരണവും ഇതുതന്നെയാണ്. മലയാളത്തിൽ ഞാൻ കണ്ടിട്ടില്ല, മൊത്തത്തിലുള്ള യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ. മൈൻക്രാഫ്റ്റ് അവർക്ക് വെറും ഒരു ഗെയിമല്ല, അത് അവരുടെ കഴിവും ഭാവനയും കാണിക്കാനുള്ളൊരു വലിയ ക്യാൻവാസാണ്. ഈ സമയത്താണ് ഗെയിമിൻ്റെ മുഖമുദ്രയായ, അതായത് ഞാൻ ഈ PewDiePieയെക്കുറിച്ച് പറയുന്നതിന് മുമ്പുള്ള വിഷയത്തിൽ നിന്നാണ് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നത്. ഇടയ്ക്ക് PewDiePie കടന്നു വന്നു. സോ ഈ സമയത്താണ് ഗെയിമിൻ്റെ മുഖമുദ്രയായ പലരും വരുന്നത്. സർവൈവൽ മോഡ് വന്നു, വിശപ്പും ജീവനും കൊണ്ടുവന്നു. അതോടെ കളിക്ക് ടെൻഷൻ ഉണ്ടാകാൻ തുടങ്ങി. പിന്നെ ക്രീപ്പർ എന്ന് പറയുന്നൊരു സാധനം വന്നു. മൈൻക്രാഫ്റ്റിൻ്റെ ആ പച്ച നിറത്തിലുള്ള നിശബ്ദമായി വന്ന് പൊട്ടിത്തെറിക്കുന്ന ഭീകരൻ. സത്യത്തിൽ അതൊരു കോഡിംഗ് മിസ്റ്റേക്ക് ആയിരുന്നു. കാരണം നോച്ചൊരു പന്നിയെ ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ അതിൻ്റെ ഉയരവും നീളവും അറിയാതെ മാറിപ്പോയി. അങ്ങനെയാണ് ഒരു വിചിത്ര രൂപം ഉണ്ടായി വരുന്നത്. ആ തെറ്റ് തിരുത്തുന്നതിന് പകരം അദ്ദേഹം അതിന് പച്ച നിറം അടിച്ചു. അതിൻ്റെ പ്രസിദ്ധമായ പൊട്ടിത്തെറിയും ചേർത്ത് ഗെയിമിൽ അങ്ങനെ തന്നെ ഉണ്ടാക്കി വെച്ചു. ആ ഒരു തെറ്റിൽ നിന്നാണ് ഒരു പുതിയ ഐക്കൺ ജനിക്കുന്നത്. പിന്നെ വന്നതാണ് റെഡ് സ്റ്റോൺ. അതൊരു ഗംഭീര ബുദ്ധിയായിരുന്നു. കാരണം അത് ഗെയിമിലെ ഒരുതരം ഇലക്ട്രിക് വയറിംഗ് പോലെയാണ്. അതോടെ ആളുകൾക്ക് ഓട്ടോമാറ്റിക് വാതിലുകളും ലിഫ്റ്റുകളും, എന്തിന് ഗെയിമിനുള്ളിൽ പ്രവർത്തിക്കുന്ന കാൽക്കുലേറ്ററുകളും കമ്പ്യൂട്ടറുകളും വരെ ഉണ്ടാക്കാൻ പറ്റി. അതോടെ മൈൻക്രാഫ്റ്റ് വെറും ഒരു ബിൽഡിംഗ് ഗെയിം അല്ലാതെയായി. പണം വാരാൻ തുടങ്ങി, ജോലി കൂടി. അതോടെ ഒറ്റയ്ക്കുള്ള ഈ പരിപാടി നിർത്താൻ സമയമായി എന്ന് നോച്ചിന് മനസ്സിലായി. 2010 നോച്ച് മൊജാങ് എന്ന് പറയുന്നൊരു കമ്പനി തുടങ്ങി. ജെൻസ് ജെപ്പ് ബെർഗൻസ്റ്റൺ പോലെയുള്ള കഴിവുള്ള ആളുകളെ ടീമിലെടുത്തു. അദ്ദേഹമാണ് പിന്നീട് മൈൻക്രാഫ്റ്റിൻ്റെ മുഖ്യ ഡെവലപ്പറായി മാറിയത്. 2011 ആദ്യത്തെ മൈൻകോൺ നടന്നു. ഒരു ചെറിയ ഫാൻ മീറ്റപ്പായി തുടങ്ങിയത് ഒരു വലിയ കൺവെൻഷനായി തന്നെ മാറി. ആ വേദിയിൽ വെച്ചാണ് മൈൻക്രാഫ്റ്റ് 1.0 ദ അഡ്വഞ്ചർ അപ്ഡേറ്റ് റിലീസ് ചെയ്യുന്നത്. അതോടെ ഗെയിമിനൊരു അവസാന ലക്ഷ്യം വന്നു. എൻഡർ ഡ്രാഗൺ എന്നൊരു ബോസിനെ തോൽപ്പിക്കുക. പക്ഷേ അത് നിർബന്ധമുള്ളൊരു കാര്യമൊന്നുമല്ല, അതൊരു പ്രധാനപ്പെട്ട ലക്ഷ്യമൊന്നുമല്ല. ഇഷ്ടമുള്ളവർക്ക് അത് ചെയ്യാം, അല്ലാത്തവർക്ക് പഴയതുപോലെ അവരുടെ വീടുണ്ടാക്കാം, കളിക്കാം. അങ്ങനെ മൈൻക്രാഫ്റ്റ് എല്ലാവർക്കും വേണ്ടിയുള്ള ഒന്നായി മാറി. പക്ഷേ അപ്പോഴാണ് ഏറ്റവും വലിയൊരു ട്വിസ്റ്റ് വരുന്നത്. കളിയുടെയും കളിക്കാരുടെയും ആത്മാവിനെ പരീക്ഷിച്ച നിമിഷം. $2.5 ബില്യൺ ഏറ്റെടുക്കൽ. സത്യം പറഞ്ഞാൽ നോച്ചിന് ഈ ഒരു ഗെയിമേഴ്സിൻ്റെ ഇടയിലുള്ള ദൈവ പദവിയിൽ അത്ര ഹാപ്പി ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരു സാധാരണ പ്രോഗ്രാമറാണ്. ഈ കാണുന്ന പ്രശസ്തിയും കോടിക്കണക്കിന് ആരാധകരുടെ പ്രതീക്ഷകളുടെ സമ്മർദ്ദവും അദ്ദേഹത്തിന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. അങ്ങനെ 2014 ജൂണിൽ അദ്ദേഹം മടുത്തിട്ട് ഒരു ട്വീറ്റ് ഇട്ടു. ആർക്കെങ്കിലും എൻ്റെ കമ്പനി വാങ്ങണോ എന്നുള്ളതായിരുന്നു അത്. എനിക്കെൻ്റെ ജീവിതമായിട്ട് മുന്നോട്ട് പോകണം. സത്യത്തിൽ അതൊരു തമാശയൊന്നും ആയിരുന്നില്ല, അതൊരു സഹായത്തിന് വേണ്ടിയുള്ള അപേക്ഷയായിരുന്നു. സോ ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികൾ ആ ക്ഷണം കേട്ടു. 2014 സെപ്റ്റംബറിൽ ആ വാർത്ത വന്നു. മൈക്രോസോഫ്റ്റ് മൊജാങ്ങിനെ $2.5 ബില്യൺ, അതായത് നമ്മുടെ തുകയിൽ 18,000 കോടി രൂപയ്ക്ക് വാങ്ങുന്നു. സോ എന്താണ് ഇത്രയും കാശ് മുടക്കുന്നത്? എന്തിനാണ് ഇത്രയും കാശ് മുടക്കുന്നത്? കാരണം അവർ വാങ്ങിയതൊരു ഗെയിം മാത്രമായിരുന്നില്ല, അവർ വാങ്ങിയതൊരു തലമുറയാണ് വാങ്ങിച്ചത്. മൈക്രോസോഫ്റ്റിൻ്റെ എക്സ്ബോക്സിലല്ല, മൈൻക്രാഫ്റ്റിലായിരുന്നു കുട്ടികൾ വളർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മൈക്രോസോഫ്റ്റിന് മനസ്സിലായി.
സോ അതുകൊണ്ട് മൈക്രോസോഫ്റ്റ് ലോകത്തേക്ക് അവരെ കൊണ്ടുവരാനുള്ളൊരു ടാക്റ്റിക്കൽ വഴിയായിരുന്നു അത്. പക്ഷേ പ്ലേയേഴ്സ് ഞെട്ടി. അവർക്ക് പേടിയും വഞ്ചിക്കപ്പെടുമോ എന്നുള്ള തോന്നലൊക്കെ ഉണ്ടായി. ഒരു വലിയ കോർപ്പറേറ്റ് ഭീമൻ തങ്ങളുടെ പ്രിയപ്പെട്ട ഗെയിമിനെ നശിപ്പിക്കുമെന്ന് എല്ലാവരും ഭയന്നു. സേവ് മൈൻക്രാഫ്റ്റ് എന്നുള്ള #, ലോകം മുഴുവൻ ട്രെൻഡായി. എന്നിട്ടൊന്നും സംഭവിച്ചില്ല. അല്ലെങ്കിൽ സംഭവിച്ചത് ഒരു മാസ്റ്റർ ക്ലാസ് ആയിരുന്നു. മൈൻക്രാഫ്റ്റ് മൊജാങ്ങിനെ തൊടാൻ പോയില്ല. അവർ സ്വീഡനിലെ അവരുടെ ഓഫീസിൽ പഴയതുപോലെ ജോലി തുടർന്നു. ജബ്ബ് തന്നെയായിരുന്നു ലീഡ്. മൈക്രോസോഫ്റ്റ് പണം വാരാൻ നോക്കിയില്ല. പകരം ഗെയിമിനെ പ്ലേസ്റ്റേഷൻ, നിറ്റൻഡോ സ്വിച്ച് അടക്കം എല്ലാ പ്ലാറ്റ്ഫോമുകളിലും എത്തിച്ചു. ജാവ, ബെഡ്റോക്ക് എഡിഷനുകൾ എന്നിവ ഒരുമിച്ച് കളിക്കാനുള്ള സൗകര്യം, അതായത് ക്രോസ് പ്ലേ കൊണ്ടുവന്നു. അതൊരു വലിയ വിജയമായിരുന്നു. അതോടൊപ്പം തന്നെ മൈൻക്രാഫ്റ്റ് സ്റ്റോറി ബോർഡ്, മൈൻക്രാഫ്റ്റ് ഡൺജിയൻസ്, ക്ലാസ് റൂമുകളിൽ ഉപയോഗിക്കാനുള്ള എഡ്യൂക്കേഷൻ എഡിഷൻ എന്നിങ്ങനെ പുതിയ ഗെയിമുകളും വന്നു. സ്വർണ്ണമുട്ടയിടുന്ന താറാവിനെ കൊല്ലുന്നതിന് പകരം മൈക്രോസോഫ്റ്റ് അതിന് വലുതും സുരക്ഷിതവുമായ ഒരു കൂട് പണിത് കൊടുത്തു. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഗെയിം നമ്മളെ ഇങ്ങനെ പിടിച്ചിരുത്തുന്നത് എന്നതിനെപ്പറ്റി സംസാരിക്കാം. ഉത്തരം അതിൻ്റെ സൈക്കോളജിയിലാണ്. അതിൻ്റെ ഗെയിം പ്ലേ നമ്മളെ വീണ്ടും വീണ്ടും ഒരേ കാര്യം ചെയ്യാൻ പ്രേരിപ്പിക്കും. നിങ്ങൾ ചുറ്റിക്കറങ്ങുന്നു, അതായത് എക്സ്പ്ലോർ ചെയ്യുന്നു, വിഭവങ്ങൾ സ്വീകരിക്കുന്നു അല്ലെങ്കിൽ ശേഖരിക്കുന്നു, പുതിയ സാധനങ്ങൾ ഉണ്ടാക്കുന്നു, എന്നിട്ട് അതുകൊണ്ട് വീടോ കോട്ടയോ ഒക്കെ തന്നെ നിങ്ങൾ ബിൽഡ് ചെയ്യുന്നു. ഈ ഒരു സൈക്കിൾ നമുക്കൊരു ലക്ഷ്യബോധവും സംതൃപ്തിയും തരും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മൈൻക്രാഫ്റ്റ് നമ്മളിൽ നിന്ന് പണം പിടുങ്ങാൻ നോക്കുന്നില്ല. ലൂട്ട് ബോക്സുകളോ മറ്റ് സൂത്രപ്പണികളോ അതിനകത്തില്ല. കളിയിലെ സന്തോഷം വരുന്നത് നമ്മളുണ്ടാക്കുന്ന സാധനങ്ങൾ കാണുമ്പോഴാണ്. അതൊരു തരം ഡിജിറ്റൽ ലെഗോ പോലെയാണ്. ഇത് കളിക്കാർക്കൊരു സ്വാതന്ത്ര്യവും കഴിവുമൊക്കെ നൽകുന്നുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ മനഃശാസ്ത്രജ്ഞനായ എബ്രഹാം മസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണി, ദ സീരീസ് ഓഫ് നീഡ്സ് ഉണ്ടല്ലോ, വിശപ്പ്, ദാഹം, സുരക്ഷ, സാമൂഹിക ബന്ധം, ആത്മാഭിമാനം. സോ ഇതൊക്കെ തന്നെ മൈൻക്രാഫ്റ്റ് ഗെയിമിനകത്ത് ആളുകൾക്ക് കിട്ടുന്നുണ്ട്. ആദ്യത്തെ രാത്രിയിൽ ഒരു മൺകൂടുണ്ടാക്കി രക്ഷപ്പെടുന്നത് അതിജീവനമാണ്. പിന്നീട് മതിലുണ്ടാക്കി സുരക്ഷിതമാക്കുന്നു. കളിക്കാരുമായി ചേർന്ന് കളിക്കുമ്പോൾ സാമൂഹിക ബന്ധമുണ്ടാകുന്നു. വലിയ കോട്ട പണിയുമ്പോഴോ എൻഡർ ഡ്രാഗനെ തോൽപ്പിക്കുമ്പോഴോ ആത്മാഭിമാനം കിട്ടുന്നു. അവസാനം ഗെയിം നിങ്ങളുടെ ഭാവനയ്ക്കുള്ളൊരു ക്യാൻവാസ് മാത്രമായി മാറുന്നു. ഇതിനിടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടായില്ല എന്നല്ല. പണം കൊടുത്ത് കളിക്കുന്നവർക്ക് കൂടുതൽ ശക്തി കിട്ടുന്ന സെർവറുകളെ മൈക്രോസോഫ്റ്റ് നിരോധിച്ചത് ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല. 2022 ചാറ്റിൽ ചീത്ത വിളിക്കുന്നവരെ ഗെയിമിൽ നിന്ന് പൂർണ്ണമായി ബാൻ ചെയ്യാനുള്ളൊരു സംവിധാനം മൈക്രോസോഫ്റ്റ് കൊണ്ടുവന്നപ്പോൾ വലിയൊരു വിഭാഗം കളിക്കാർ എതിർത്തു. അത് സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന് അവർ വാദിച്ചു. സേവ് മൈൻക്രാഫ്റ്റ് വീണ്ടും ട്രെൻഡായി. കുട്ടികൾക്ക് സുരക്ഷിതമായ ഒരിടം നൽകുന്നതിനും കളിക്കാരുടെ സ്വാതന്ത്ര്യം നിലനിർത്തുന്നതിനും ഒക്കെയുള്ളൊരു പോരാട്ടമായിരുന്നു സത്യത്തിൽ അന്ന് മൈക്രോസോഫ്റ്റ് നടത്തിയത്. പക്ഷേ ഈ സമയത്ത് തന്നെ NFT പോലെയുള്ള പുതിയ പണമുണ്ടാക്കാനുള്ള വഴികൾ വന്നപ്പോൾ മൊജാങ് ശക്തമായൊരു നിലപാടെടുക്കുകയും ചെയ്തു. മൈൻക്രാഫ്റ്റിൽ NFTക്ക് സ്ഥാനമില്ല. അത് കളിയുടെ അടിസ്ഥാന തത്വങ്ങൾക്കെതിരാണെന്ന് അവർ പറഞ്ഞു. ആ ഒരു തീരുമാനത്തെ അപ്പോൾ എല്ലാവരും സ്വാഗതം ചെയ്യുകയും ചെയ്തു. സോ അവസാനത്തെ ചോദ്യം, കമ്പനി ഇപ്പോൾ ലാഭത്തിലാണോ, താഴോട്ടാണോ, മുകളിലോട്ടാണോ? ഉത്തരം വളരെ സിമ്പിളാണ്. നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത അത്രയും വലിയ ലാഭത്തിലാണ് മൈൻക്രാഫ്റ്റ്. 2023 അവസാനത്തോടെ 300 ദശലക്ഷം, അതായത് 30 കോടി കോപ്പികളാണ് വിറ്റുപോയത്. ലോകത്തെ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ ഗെയിം ഇപ്പോഴും അത് തന്നെയാണ്. ഓരോ മാസവും 14 കോടിയിലധികം ആളുകൾ ഇത് കളിക്കുന്നുണ്ട്. ഇതിൻ്റെ ഗ്രാഫിക്സ് കാലഹരണപ്പെടില്ല. കാരണം അതൊരിക്കലും റിയലിസ്റ്റിക് ആകാൻ ശ്രമിച്ചിട്ടില്ല. അതൊരു ചെസ്സ് പോലെ അല്ലെങ്കിൽ ലെഗോ പോലെ ഒരു ക്ലാസിക്കായിട്ട് മാറിക്കഴിഞ്ഞു. സോ ഭാവിയിൽ എന്ത് സംഭവിക്കും? ഓരോ വർഷവും പുതിയ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ജേസൺ മോമോയെ വെച്ച് ഒരു സിനിമ വരുന്നുണ്ട്. അത് ഹിറ്റായി കഴിഞ്ഞാൽ മൈൻക്രാഫ്റ്റിൻ്റെ പ്രശസ്തി ഇനിയും കൂടും. ചിലപ്പോൾ ഭാവിയിൽ AI ഉപയോഗിച്ച് ഇതിൽ മികച്ച ലോകങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചേക്കും. അവസാനമായിട്ട് മൈൻക്രാഫ്റ്റിൻ്റെ വിജയവും അതിൻ്റെ വിൽപ്പനയുടെ കണക്കുകളും ഒക്കെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സത്യത്തിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ നൽകിയ സർഗാത്മകമായിട്ടുള്ള അവരുടെ ജീവിതത്തിലെ മണിക്കൂറുകളാണ് അതിനെ സത്യത്തിൽ വളർത്തുന്നത്. അതൊരു തലമുറയെ പലതും പഠിപ്പിച്ചു. സോ അതൊരു കളിസ്ഥലമായിരുന്നു, അതൊരു ക്ലാസ് റൂമായിരുന്നു, കൂട്ടുകാർ ഒന്നിക്കുന്ന ഒരു സ്ഥലമായിരുന്നു, ഒരു കലാകാരൻ്റെ ക്യാൻവാസ് ആയിരുന്നു. ഒരാളുടെ സ്വപ്നത്തിൽ തുടങ്ങി ഒരു സമൂഹം അതിനെ വളർത്തി. ഒരു വലിയ കോർപ്പറേഷൻ അതിനെ നശിപ്പിക്കാതെ സംരക്ഷിച്ചു. നമ്മുടെയൊക്കെ ഉള്ളിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ആഗ്രഹങ്ങൾ, അതായത് പരിവേഷണം ചെയ്യുക, സൃഷ്ടിക്കുക, പങ്കുവയ്ക്കുക, എല്ലാം മൈൻക്രാഫ്റ്റ് സാധിച്ചു തന്നു. അതുകൊണ്ടാണ് മൈൻക്രാഫ്റ്റ് വെറും ഒരു ഗെയിം അല്ലാത്തതും നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമായി മാറിയതും. ഇതിൻ്റെ അടിത്തറ, ഈ സിമ്പിളായിട്ടുള്ള കട്ടകൾ തലമുറകളോളം നിലനിൽക്കാൻ മാത്രം ശക്തമാണ്. എന്തായാലും ആത്മവിശ്വാസത്തോടുകൂടി സംസാരിക്കാനുള്ള എൻ്റെ ഒരു കോഴ്സ് കൂടി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് കമൻറ്റ് ബോക്സിലുള്ള ലിങ്കിലുണ്ട്. ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ചിലപ്പോൾ ഉപയോഗപ്പെടും. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ